പാലക്കാട് മേനോൻപാറയിൽ അനധികൃത ലോൺ ആപ്പിന്റെ ഭീഷണി മൂലം യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് മേനോൻപാറ സ്വദേശി അജീഷ് ലോൺ ആപ്പ് ഉടമകളുടെ ഭീഷണി മൂലം ജീവനൊടുക്കിയത്. ക്രെഡി ലോൺ എന്ന അനധികൃത ലോൺ ആപ്പിനെതിരെയാണ് പരാതി. വായ്പയെടുത്ത് 6000 രൂപ പലിശ സഹിതം അജീഷ് തിരിച്ചടച്ചിരുന്നെങ്കിലും കൂടുതൽ തുക ആവശ്യപ്പെട്ട മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ ഉപയോഗിച്ച് അജീഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം പറയുന്നു. അജീഷിന്റെ മരണത്തിന് ഉത്തരവാദികളെ പോലീസ് ഉടൻ പിടികൂടണമെന്ന് അജീഷിന്റെ സഹോദരനും അമ്മയും ആവശ്യപ്പെട്ടു. എത്ര അടച്ചാലും അവർ വീണ്ടും വേറെ നമ്പറുകളിൽ നിന്ന് വിളിച്ചിട്ട് പൈസ അടച്ചിട്ടില്ല കൊണ്ട് ചോദിക്കുന്നു. ഇവന് അത്ര മൊബൈലിൻ്റെ പരിചയമൊന്നുമില്ല. അവർ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വീട്ടുകാർക്കും കമ്പനിയിലും വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോഴാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ണൂർ ഇപ്പോൾ 3 പേരിനെ UP നിന്ന് പിടിച്ചിട്ടുണ്ട് പറഞ്ഞു. നമ്മളപ്പോൾ അന്വേഷിച്ചു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഇതിലും ബന്ധം എന്തെങ്കിലും ഉണ്ടാകുമോ, നമ്മുടെ അനിയനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കുമെന്ന് അന്വേഷിച്ചു. അപ്പോൾ അതൊന്നും അവർ ക്ലിയർ ആയിട്ട് ഒരു ആൻസർ തന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് പിടികൂടണം. ഇപ്പോൾ 94 ദിവസമായി എന്നെങ്കിൽ. നല്ലൊരു ചെക്കനാണ്, എല്ലാവർക്കും വേണം, കമ്പനിയിലും വേണം, ഇവിടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അവൻ വേണം. അത്രയും പാവപ്പെട്ട ചെക്കനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സങ്കടം സഹിക്കാനേ പറ്റില്ല. എന്നൊക്കെ പോയാൽ പോട്ടെ, നമ്മളൊക്കെ പോവുക, നമ്മുടെ വീടും പോട്ടെ, പിന്നെ നമുക്ക് എന്തിനാണ് ഇരിക്കുന്നത്, നമ്മളെല്ലാം പിടിച്ചിട്ട് പോട്ടെ, നമ്മൾ എല്ലാവരും അല്ലേ പോകുന്നത്, നീ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചിട്ട് ഉള്ളിൽ ഞങ്ങളൊക്കെ കിടന്നതാണെന്ന് ഈ ഫാമിലിയെ പൊക്കും പറഞ്ഞപ്പോൾ അവന് ഒരുപാട് സങ്കടമായി, സഹിക്കാൻ പറ്റില്ല. ഇത് മാത്രമല്ലേ പറഞ്ഞു. 5:30 ഇപ്പോൾ കുളിക്കാൻ പോയിട്ടുണ്ടാകുന്ന ഞാൻ കാട്ടിൽ നിന്ന് എണിച്ച് അവിടെ ഇരുന്നതാണ്, കാണാനില്ല. പിന്നെയാണ് അവിടെ നിലവിളി കേട്ടിട്ട് ഓടിയത്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, വീണ്ടും ലോൺ ആപ്പിന്റെ മരണക്കിണിയിൽപ്പെട്ട ഒരു കുടുംബത്തിന്റെ കരച്ചിലാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ലോൺ ആപ്പുകളുടെ തട്ടിപ്പിനിരയായി ജീവിതം തന്നെ കൊണ്ട് അവരുടെ കെണിയിൽ കൊണ്ടുവയ്ക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോഴും കൃത്യമായ അന്വേഷണം നടത്തി അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ അജീഷിന്റെ മരണത്തിന് ഉത്തരവാദിയായ ക്രെഡി ലോൺ എന്ന് പറയുന്ന ആപ്പുമായി ബന്ധപ്പെട്ട ഒരാളെയും ഇതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അരുൺകുമാർ, ക്രെഡി ലോൺ എന്ന് പറയുന്ന അനധികൃത ലോൺ ആപ്പിൽ നിന്നാണ് മേനോൻപാറ സ്വദേശിയായിട്ടുള്ള അജീഷ് 6000 രൂപ വായ്പ എടുത്തത്. ആ വായ്പ തുക പലിശ സഹിതം അജീഷ് തിരിച്ചടച്ചെങ്കിലും പിന്നീട് കൂടുതൽ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ക്രെഡി ലോൺ ആപ്പിന്റെ ഉടമകൾ അജീഷിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പലതവണ ഭീഷണിപ്പെടുത്തുന്നു, വീട്ടിലുള്ള ആളുകൾക്കെതിരെ ഉൾപ്പെടെ കേസ് കൊടുക്കുമെന്ന് പറയുന്നു. അവസാനം അജീഷിന്റെ ജോലി സ്ഥലത്തുള്ള ആളുകൾക്ക് അജീഷിനെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയച്ചു നൽകിയായിരുന്നു ഭീഷണിപ്പെടുത്തുക. അതിലെല്ലാം അവസാനം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ അജീഷ് വീടിന് സമീപത്തെ ഒരു മരത്തിൽ വെച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു. ഈ മരണത്തിന് ശേഷം പിന്നീട് ഈ ക്രെഡി ലോൺ ആപ്പിന്റെ ഉടമകളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയാണ്. പക്ഷേ ഇതുവരെയും അജീഷിന്റെ മരണത്തിൽ ഈ ക്രെഡി ലോൺ ആപ്പിന്റെ ഒരു ഉടമകളെയോ ജീവനക്കാരെയോ പോലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് പോലീസും പറയുന്നത്. ഈ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കനേഡിയൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ലോൺ ആപ്പിന്റെ ഉടമകളും ജീവനക്കാരും അജീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നത് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയതാണ്. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണെങ്കിൽ പോലും ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിലുള്ള നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്താൻ പോലീസിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ സംഘത്തെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കൊഴിഞ്ഞാമ്പാറ പോലീസും ഉള്ളത്. പ്രത്യേക സംഘം തന്നെ സൈബർ സെല്ലിലൂടെ സഹായത്തോടു കൂടി അജീഷിനെ ഈ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടി അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം അനധികൃതമായ ലോൺ ആപ്പുകളിൽ നിന്ന് പണം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കുകയേ വേണ്ട. അവർ നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ മോർഫ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നുള്ളതല്ലേ? നിങ്ങളൊരു മെസ്സേജ് അങ്ങ് ഇട്ടാൽ മതി, ഇങ്ങനെ ഞാൻ പണം കടമെടുത്തുള്ള ചില ചിത്രങ്ങൾ ഇവർ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്, അതിനെ ആ സ്പിരിറ്റിൽ അങ്ങ് എടുക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന മാനനഷ്ടമൊക്കെ ഉള്ളൂ. ഇതിനുവേണ്ടി പിള്ളേർ അനാവശ്യമായിട്ട് ഇത് ഈ കിണിയിൽ കൊണ്ട് തലവെച്ചിട്ട് ജീവിതം കൊണ്ട് കളയല്ലേ പിള്ളേരെ എന്നേ നമുക്ക് പറയാനുള്ളൂ.